നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തന്നെ കണ്ടു തീർത്ത പോലെ ഒരു പിക്ചർ സൂം എഫക്റ്റ് എങ്ങനെയാണ് പവർ പോയിന്റിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഫോട്ടോസ് ഈ വിധത്തിൽ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായ രീതിയിൽ സ്ലൈഡ് ഷോ നടത്തുകയാണ് എങ്കിൽ കുറച്ച് ആകർഷകമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശേഷം നമ്മൾ ബ്ലാങ്ക് പവർ പോയിന്റ് എടുത്തു. പതിവ് പോലെ നമുക്ക് ടൈറ്റിൽ പേജോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ പേജോ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ടാബിൽ വന്ന് നമ്മൾ അവിടെ നിന്നും നമുക്ക് സ്ലൈഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് പിക്ചറുകൾ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് കുറച്ച് പിക്ചറുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനവ ആഡ് ചെയ്യാം. ഇങ്ങനെ 5 ചിത്രങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇൻസേർട്ട് കൊടുത്തു. ഇപ്പോൾ ആ പിക്ചറുകളെല്ലാം നമ്മുടെ സ്ലൈഡിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാം ചെയ്യുന്നത് ഇതിനെ ഒന്ന് ഫോർമാറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മുകളിൽ ക്രോപ്പ് എന്ന ഓപ്ഷനിൽ നിന്ന് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് 1:1 ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം വീണ്ടും ക്രോപ്പിൽ വന്ന് ക്രോപ്പ് ഷേപ്പ് എടുത്ത് റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തു. ഇപ്പോൾ അത് നമ്മൾ റൗണ്ടിൽ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പിക്ചർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ക്രോപ്പിൽ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് 1:1 ആയിട്ടും വീണ്ടും ക്രോപ്പിൽ വന്ന് ക്രോപ്പ് ഷേപ്പ് സർക്കിളായിട്ടും സെലക്ട് ചെയ്തു. ഇങ്ങനെ ഓരോ പിക്ചറും നമ്മൾ ആസ്പെക്ട് റേഷ്യോ 1:1 ആയും അതിനുശേഷം ക്രോപ്പ് ഷേപ്പ് റൗണ്ട് സർക്കിളായിട്ടും സെലക്ട് ചെയ്യുകയാണ്. എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കാം. സർക്കിൾ ഷേപ്പ് കൊടുത്തു. ഒരു പിക്ചറും കൂടിയാണ് ഉള്ളത് നമുക്ക്. അതുകൂടെ നമ്മൾ ആസ്പെക്ട് റേഷ്യോ 1:1 ക്രോപ്പ് ഷേപ്പ് സർക്കിൾ ക്രോപ്പ് ഷേപ്പ് സർക്കിൾ ഇപ്പം എല്ലാം നമ്മൾ സർക്കിളിൽ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് എന്നുള്ളതിൽ അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നാം ചെയ്യുന്നത് ഒരു പിക്ചർ നമ്മൾ ഇങ്ങോട്ട് നീക്കി, രണ്ടാമത്തെ പിക്ചർ 3, 4, 5 ഇതിൽ നമ്മൾ ഈ 2 അറ്റത്തുള്ള പിക്ചറുകളുടെ ഷേപ്പ് 19.5 ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കതൊന്ന് മാറ്റിയിട്ട് 5.5 ആക്കിയിട്ട് വയ്ക്കാം. അടുത്ത 2 എണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് 7.7 7:7 ആയിട്ടും വയ്ക്കാം. ഇതും നമുക്ക് 7:7 ആയിട്ട് വയ്ക്കാം. അവസാനത്തെ ഒരു പിക്ചർ മാത്രം നമുക്ക് ആ ഷേപ്പിൽ നമുക്കതും വേണമെങ്കിൽ ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്കൊരു 12 മതി. ഇനി നമുക്ക് ഒന്ന് അലൈൻ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ സെൻറ്ററിൽ വെച്ചു. അതിനുശേഷം 7 ഉള്ളത് നമ്മളതിൻ്റെ അടുത്ത് വെച്ചു. ഇതും നമ്മളിവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു. ഇത് നമ്മളിവിടെ ഒരു പിക്ചർ കൂടെ ഉണ്ട്. നമുക്കത് ഇവിടെയും വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം
അലൈൻ എന്ന ഓപ്ഷനിൽ ഹോം ടാബിൽ അറേഞ്ചിൽ അലൈൻ എന്നുള്ളതിൽ ഡിസ്ട്രിബ്യൂട്ട് അലൈൻ ടു സ്ലൈഡ് കൊടുക്കുക. അതിനുശേഷം അലൈൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എന്നുള്ളത് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അലൈൻ ടു സെലക്റ്റഡ് ഒബ്ജക്റ്റ് ആക്കുക, അലൈൻ ടു മിഡിൽ ആക്കുക. ഇപ്പോൾ നമ്മളതിങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സൗകര്യത്തിലേക്കായിട്ട് ഒരു കാര്യം ചെയ്യാം. ഇതിനൊരു നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിലേക്കായിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. 1, ഇത്രയുമായി കഴിഞ്ഞു. ഇനി നാം ചെയ്യുന്നത് ഇത് അറേഞ്ച് ടു ഫ്രണ്ട് ആക്കുന്നു. ഇത് രണ്ടും നാം അറേഞ്ച് ടു ബാക്ക് കൊടുക്കുന്നു. ഇനി ഈ പിക്ചർ സെലക്ട് ചെയ്ത്, അതായത് പിക്ചർ നമ്പർ 2 സെലക്ട് ചെയ്ത് പിക്ചർ ഫോർമാറ്റിൽ ട്രാൻസ്പെറൻസിയിൽ നമ്മളൊന്ന് ട്രാൻസ്പെറൻസി കുറച്ച് വയ്ക്കുന്നു. അതുപോലെ പിക്ചർ നമ്പർ 3 നമ്മൾ ട്രാൻസ്പെറൻസി ഒരല്പം കൂടെ കൂടുതൽ കുറച്ച് വയ്ക്കുന്നു. ഇവിടെയും കുറച്ച് വെച്ചു, ഇവിടെയും നമ്മൾ ട്രാൻസ്പെറൻസി കുറച്ച് വെച്ചു. ഇനി ഇത്രയുമായി ഇനി നാം ചെയ്യുന്നത് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. സ്ലൈഡ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. നമ്മളിത് സെലക്ട് ചെയ്തു. ഈ 3ാമത്തെ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നമ്മൾ 4ാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. 2നെ നമ്മൾ നീക്കി 3ാമത്തെ പൊസിഷനിലേക്ക്, 1നെ നമ്മൾ നീക്കി 2ാമത്തെ പൊസിഷനിലേക്ക്, 5 നമ്മൾ 1ാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, 4നെ നമ്മൾ 5ാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് 2ാമത്തെ പിക്ചർ 7/7 5.5 ആക്കണം. 2ാമത്തെ ചിത്രം നമുക്ക് 7.7 ആക്കണം. 1ാമത്തെ ചിത്രം, അതായത് 5ാമത്തെ ചിത്രം നമുക്ക് 14.14 ആക്കണം. 12.12. 4ാമത്തേത് 7.7. ഇത് 5.5 തന്നെ. ഇനി ചെയ്യേണ്ടത് നമുക്ക് 5ാമത്തെ ചിത്രം സെലക്ട് ചെയ്തതിനു ശേഷം പിക്ചർ ഫോർമാറ്റിൽ ട്രാൻസ്പെറൻസി എന്നുള്ളത് ഫുള്ളാക്കി, 2ാമത്തേതിൽ ട്രാൻസ്പെറൻസി നമുക്ക് 3, ഇതിൻ്റെ ഉള്ള നിങ്ങൾ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ഞാനത് ചെയ്തത് എന്നുള്ളത്. എല്ലാ പിക്ചറും സെലക്ട് ചെയ്യുന്നു. ശേഷം ഹോം ടാബിൽ അറേഞ്ച് ഓപ്ഷൻ എടുക്കുക. അറേഞ്ച് ഓപ്ഷനിൽ അലൈൻ എന്നുള്ളത് മിഡിൽ ആയിട്ട് വയ്ക്കുക. ഒരല്പം താഴേക്ക് ഇറക്കി. അലൈൻ ടു സ്ലൈഡ് ഓപ്ഷൻ വെച്ചതിന് ശേഷം നമുക്കിത് അലൈൻ ടു മിഡിൽ കൊടുക്കാം. അതുപോലെ അലൈൻ ഹൊറിസോണ്ടലി കൊടുക്കാം. ഇതും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം, 1ാമത്തെ സ്ലൈഡിലെയാണ് ഈ ചിത്രം, അത് നമ്മളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം
അലൈൻ മിഡിലും അലൈൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലിയും നമ്മൾ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ പിക്ചർ അറേഞ്ച് ടു ഫ്രണ്ട് കൊടുക്കുന്നു. 2ഉം 3ഉം സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് മോർഫ് എഫക്റ്റ് വയ്ക്കുന്നു. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ശരി, ഒന്നാമത്തെ സ്ലൈഡ് ഇതായിരുന്നു. നമുക്ക് ആ എഫക്റ്റ് വരുന്നുണ്ട്. നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് നമ്മളുണ്ടാക്കി. ഇനി ചെയ്യുന്നത് 2 നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. 1 ഇങ്ങോട്ട് നീക്കി, 2 നീക്കി, 3. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് 5.5 ആക്കി. ഇത് 7, ഇത് 12, ഇത് 7, ഇതത്ര തന്നെ. ട്രാൻസ്പെറൻസിയും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഫുള്ളിലേക്ക്. ഇത് 3 പോയിൻ്റ് കുറവ്, ഇത് 6 പോയിൻ്റ് കുറവ്, ഇത് 3 പോയിൻ്റ്, ഇത് 6 പോയിൻ്റ്. അത് 6 പോയിൻ്റ് തന്നെയാണ് കിടക്കുന്നത്. ശരി, നമ്മളെല്ലാ ഇമേജുകളും സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ അറേഞ്ച് മിഡിൽ കൊടുക്കുന്നു. ഇനി ഒന്നാമത്തെ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രിങ് ടു ഫ്രണ്ട്. നമുക്കിത് ഒരിക്കൽ കൂടെ എല്ലാ ഇമേജുകളും ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് അറേഞ്ചിൽ അലൈൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലിയും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. ശരി, ഇനി 1ഉം 3ഉം പിക്ചറുകൾ സെലക്ട് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇത്രയുമായി. ഇവിടെയും നമ്മൾ ട്രാൻസിഷൻ മോർഫ് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ശരി, നമുക്ക് അടുത്ത സ്ലൈഡ് വയ്ക്കാം. ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ചെറിയൊരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല വരേണ്ടിയിരുന്നത്. ഈ പിക്ചർ ഇങ്ങോട്ട് കയറണമായിരുന്നു, ഈ പിക്ചർ ഇവിടെയും വരണമായിരുന്നു. നമുക്കങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിക്ചർ ഫോർമാറ്റ് 7ലേക്ക് 7.7 ആയിട്ട്, ട്രാൻസ്പെറൻസി 3 ആയിട്ട്, ഇത് 5.5 ആയിട്ട്, ട്രാൻസ്പെറൻസി 6 ആയിട്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് സെറ്റായി. ശരി, ഇനി നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ആ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ശേഷം 1നെ എടുത്തു, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 5നെ ഇങ്ങോട്ട് നീക്കി, 4നെ ഇങ്ങോട്ട് നീക്കി, 3നെ ഇങ്ങോട്ട് നീക്കി, 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ഇതിൽ 1നെ നമ്മൾ അവിടെ തന്നെ വെച്ചു. 5നെ സെലക്ട് ചെയ്ത് പിക്ചർ ഫോർമാറ്റിൽ നമ്മൾ 5.5 ആക്കിയിട്ട് ട്രാൻസ്പെറൻസി
6 പോയിൻ്റ് ആക്കിയിട്ട് വെച്ചു. ഇത് നമുക്ക് 7.7 ആയിട്ട്, ട്രാൻസ്പെറൻസി 3 ആയിട്ട്. ഇത് നമുക്ക് 12.12 ആയിട്ട്, 12.12 ആയിട്ട്, ട്രാൻസ്പെറൻസി ഫുള്ളായിട്ട്. അതുപോലെ ഇത് 7.7, ട്രാൻസ്പെറൻസി. എല്ലാം സെലക്ട് ചെയ്തു. ഹോം ടാബിൽ അലൈൻ, മിഡിൽ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി. ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്ത് ഫ്രണ്ട് 5ഉം 1ഉം സെലക്ട് ചെയ്ത് ബാക്ക്. അപ്പോൾ അതുമായി അതിലും ട്രാൻസിഷൻ എഫക്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോയും കൂടിയാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 5 ഫോട്ടോയും നമ്മുടെ സ്ലൈഡിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ഇവിടെ നമ്മൾ 5നെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു. 4നെ ഇങ്ങോട്ട് നീക്കി, ഇതിങ്ങോട്ട് നീക്കി, ഇതിങ്ങോട്ട് നീക്കി, 1നെ പിടിച്ച് ഇതിൽ 1നെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു, 5നെ നമ്മളിവിടെ വെച്ചു. നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാം. ഇതിൽ നമുക്ക് 5 വേണ്ടത്. ട്രാൻസ്പെറൻസി 6 പോയിൻ്റ് വേണ്ടത്. ഇത് നമുക്ക് 7 വേണ്ടത്. ട്രാൻസ്പെറൻസി 3 പോയിൻ്റ് വേണ്ടത്. ഇതിൽ നമുക്ക് 12 പോയിൻ്റ് വേണ്ടത്. ട്രാൻസ്പെറൻസി ഫുള്ളാണ് വേണ്ടത്. ഒരെണ്ണം കൂടിയുണ്ട്. 1 നമുക്ക് 7, ട്രാൻസ്പെറൻസി 3. എല്ലാം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഹോം ടാബിൽ അറേഞ്ച്, അലൈൻ ടു മിഡിൽ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി. ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്ത് ബെൻഡ് ടു ഫ്രണ്ട്, അവസാനത്തെ 2 സെലക്ട് ചെയ്ത് ബെൻഡ് ടു ബാക്ക്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാം കൃത്യമായിട്ട് പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യലാണ്. ഈ വേണമെങ്കിൽ നമുക്ക് ഈ കൊടുത്തിട്ടുള്ള നമ്പർ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്പറുകൾ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാവുന്നതാണ്. ബ്ലാങ്ക് സ്ലൈഡും കൂടെ ഞാൻ ഇടുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പിക്ചർ സൂം റൊട്ടേഷൻ എഫക്റ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡായിരുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് സ്ലൈഡ്. സ്ലൈഡുകൾ കൃത്യമായിട്ട് മാറി മാറി വരുന്നുണ്ട്. അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.